وأحسن منك لم ترى قط عيني. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അബ്ദുമനാഫിന്റെ മകൻ ഹാഷിമിനെയായിരുന്നു പിതാവ് കഅബയുടെ അധികാരം ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ സഹോദരപുത്രൻ നിരന്തരം ഹാഷിമിനോട് ഇതിന്റെ പേരിൽ കലഹിക്കുമായിരുന്നു. അവസാനം ബനു ഹാഷിം, ബനു ഉമയ്യ എന്ന രണ്ടു വംശങ്ങളായി പിരിഞ്ഞു. ഒരിക്കൽ ഹാഷിം സിറിയയിലേക്ക് തന്റെ കച്ചവടയാത്രക്കിടെ മദീനയിൽ വെച്ച് കൂട്ടുകാരൻ അദീയ് ബിൻ നജ്ജാറിന്റെ കുടുംബത്തിൽപ്പെട്ട സെയ്ദിന്റെ മകൾ സൽമയെ വിവാഹം കഴിച്ചു. കുറച്ചുകാലം താമസിച്ചു. സൽമ ഗർഭിണിയായിരിക്കെ ഹാഷിം സിറിയയിലേക്കുള്ള യാത്രക്കിടെ ഫലസ്തീനിലെ ഗസയിൽ വെച്ച് മരണപ്പെട്ടു. പിന്നീട് സൽമ പ്രസവിച്ചു. കുഞ്ഞിന് ഷൈബത്ത് എന്ന പേര് നൽകി. ഹാഷിം മദീനയിൽ വിവാഹം കഴിച്ചതും കുഞ്ഞി പിറന്നതും നാട്ടുകാരായ മക്കാർ അറിഞ്ഞിരുന്നില്ല. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഹാഷിമിനെ കുറിച്ചുള്ള വിവരമറിഞ്ഞ സഹോദരൻ മുത്തലിബ് മദീനയിലേക്ക് പുറപ്പെട്ടു. ഇത് കണ്ട മക്കാർ വിളിച്ചു പറഞ്ഞു, മുത്തലിബ് മുത്തിയൊരു അടിമയെ വാങ്ങിയിരിക്കുന്നു. അബ്ദുൽ മുത്തലിബ് മുത്തലിബിന്റെ അടിമയെന്ന്. പിന്നീട് ഹാഷിമിന്റെ മകൻ ഷൈബത്തിനെ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ചു തുടങ്ങി. ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയപ്പ അബ്ദുൽ മുത്തലിബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.